സൂര്യകാന്തി പൂക്കൾ കൊണ്ട് വസന്തം തീർത്ത ഊരംവിളയിലെ യുവ കർഷകർ ഇപ്പോഴെത്തിയിരിക്കുന്നത് മില്ലറ്റ് ഫെസ്റ്റുമായാണ്. മില്ലറ്റ് ഫെസ്റ്റ് മാത്രമല്ല, ഫ്ലവർ ഷോ, അക്വാഡ് ഷോ, പെറ്റ് ഷോ തുടങ്ങി നിരവധി കാഴ്ചകളാണ് ഇവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര താലൂക്കിൽ ഊരൻവിള എന്ന സ്ഥലത്തെ 3.5 ഏക്കറിൽ വിസ്മയം ഒരുക്കിയിരിക്കുകയാണ് 2 യുവ കർഷകർ. ഇത്തവണ ഇവർ എത്തിയിരിക്കുന്നത് ചെറു ധാന്യങ്ങളുമായാണ്. ഏപ്രിൽ 1 മുതലാണ് മില്ലറ്റ് ഫെസ്റ്റ് ഇവിടെ ആരംഭിച്ചത്. വേനൽക്കാലത്ത് ശരീരത്തെ തണുപ്പിക്കാൻ ഏറ്റവും ഉത്തമമാണ് മില്ലറ്റുകൾ. വളരെ ഔഷധ ഗുണങ്ങളാണ് ഈ ചെറുധാന്യങ്ങൾക്ക് ഉള്ളത്. ചാമ, മണിച്ചോളം, കുതിരവാലി, പവിഴച്ചോളം, റാഗി തുടങ്ങി നിരവധി ഔഷധ ഗുണങ്ങളുള്ള ചെറുധാന്യങ്ങളാണ് ഇവർ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വളരെ ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ് ചാമ എന്ന ചെറുധാന്യം. നാരുകൾ, പ്രോട്ടീനുകൾ, ധാതുക്കൾ, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ധാരാളം അടങ്ങിയവയാണ് ചാമ എന്ന ചെറുധാന്യം. കരൾ സംബന്ധമായ രോഗങ്ങളെ അകറ്റാനും ദഹനശേഷി വർദ്ധിപ്പിക്കാനും കഫം, പിത്തദോഷം, സ്ത്രീകളിലെ ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും കൂടാതെ പുരുഷന്മാരിലെ ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഈ ചാമയ്ക്ക് കഴിയും. ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുക്കൾക്കും പോഷകാഹാരം നൽകുന്നതിനായി ഏറ്റവും ഗുണപ്രദമാണ് മണിച്ചോളം. കാൽസ്യം, ഇരുമ്പ്, സിങ്ക്, സോഡിയം എന്നിവയാൽ സമൃദ്ധമാണ് മണിച്ചോളം. മണിച്ചോളത്തിന്റെ ഉപയോഗം പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ ഏറ്റവും ഗുണപ്രദവുമാണ്. എന്നാൽ പവിഴച്ചോളത്തിന്റെ ഉപയോഗം നമ്മളിൽ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കും. കൂടാതെ പൈൽസ്, രക്തസമ്മർദ്ദം, അസിഡിറ്റി എന്നിവയെ തടയാനും പവിഴച്ചോളം നമ്മളെ സഹായിക്കും. ഇതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ മില്ലറ്റ്സിനും അതിൻ്റെതായ ഔഷധ ഗുണങ്ങളുണ്ട്. മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ എന്തെന്നറിയാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ഗുണപ്രദം തന്നെയാണ് ഊരൻവിളയിലെ ഈ മില്ലറ്റ് ഫെസ്റ്റ്. നമസ്കാരം, ഞങ്ങൾ ഊരംവിള കാർഷിക കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. ഈ മാസം 10-ാം തീയതി തുടങ്ങിയ മില്ലറ്റ് ഫെസ്റ്റ് ആൻഡ് ഫ്ലവർ ഷോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ ഒരുവിധം പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് മില്ലറ്റിൻ്റെ പ്രാധാന്യം ജനങ്ങളെ മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ ഊരംവിള കാർഷിക കൂട്ടായ്മ ഈ ഒരു വേനൽക്കാലത്ത് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ വേനൽക്കാലത്താണ് നമുക്ക് കൂടുതലും ഈ മില്ലറ്റ്സിന് ഈ അധികം വെള്ളം വേണ്ടാത്ത ഒരു ധാന്യം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വേനൽക്കാലത്തെ കൂടുതൽ അതിൽ നിന്ന് നമുക്ക് ആദായവും കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മളിവിടെ മില്ലറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് 8 ഐറ്റത്തിലുള്ള മില്ലറ്റ് ഇവിടെ കൃഷി ചെയ്ത്. എന്നിരുന്നാലും ഓരോന്നിനും ഓരോ ഡ്യൂറേഷനാണ്. ഇപ്പോൾ റാഗിക്ക് 120 ദിവസവും കുതിരവാലിക്ക് 65 ദിവസവുമാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രദർശനത്തോട്ടവും കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നതുമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെ സമയവും മനസ്സിൽ കണക്കാട്ടി ആ ഒരു രീതിയിലാണ് ഇവിടെ വിത്ത് വിതച്ചതും. എന്തായാലും നമുക്ക് 10-ാം തീയതി ആയപ്പോഴേക്കും എല്ലാത്തിലും വിളകൾ വരികയും കാണികൾക്ക് ഇവിടെ വന്ന് ഇതെല്ലാം കാണാനും അവർക്കൊരു ആവേശമുള്ള ഉളവാക്കുവാനും നമുക്ക് അതിലൂടെ സാധിച്ചിട്ടുണ്ട്. മില്ലറ്റ് ഫെസ്റ്റ് മാത്രമല്ല ഇവർ നമുക്ക് വേണ്ടി ഇവിടെ അണിനിരത്തുന്നത്. ഈ വേനൽ അവധി കാലത്ത് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്കും കുട്ടികളെയും കൂട്ടി ഇവിടെ വരാം. പെറ്റ് ഷോയും അക്വാ ഷോയും ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പറക്കുന്ന അണ്ണാൻ മുതൽ ഇഗ്വാന വരെയുണ്ട് ഇവിടെ. വിവിധ ഇനങ്ങളിലുള്ള പക്ഷികളും പ്രാവുകളും കോഴികളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ചെറിയൊരു പേടി സ്വപ്നമായി പൈത്തണം ഉണ്ട് ഇവിടെ. എന്നാൽ ഇവൻ ആള് പാവമാണെന്ന ഇവരുടെ അഭിപ്രായം. ഇതിനെ ഇവിടെ വന്ന് കയ്യിലെടുത്തും കഴുത്തിലിട്ടും ആനന്ദിക്കുന്നവരുമുണ്ട്. മറ്റൊരു ശ്രദ്ധാകേന്ദ്രം ഇഗ്വാനയാണ്. ഇവനാള് വളരെ ഫ്രണ്ട്ലിയാണ്. എല്ലാവരുടെയും കയ്യിൽ പോകും, കയറി തലയിൽ വരെ ഇരിക്കും. കുട്ടികൾക്ക് സമയം ചിലവഴിക്കാൻ കാളവണ്ടിയും ഏറുമാടവും വാട്ടർ ഫൗണ്ടനും കളിസ്ഥലങ്ങളും ഇവിടെയുണ്ട്. ഈ മില്ലറ്റ് ഫെസ്റ്റിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ബ്ലാത്താങ്കര ചീരയാണ്. നല്ല ചുമന്ന നിറത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചീര ഇവിടെ. കൂടാതെ സൂര്യകാന്തി പൂക്കളും ജമന്തി പൂക്കളും കോഴിപ്പൂവും. വിനോദസഞ്ചാരികൾക്ക് ഫോട്ടോ സെക്ഷനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. എല്ലാം നടന്നു കണ്ട് കാല് വേദനിച്ചാൽ ഇവിടെ വന്നിരുന്ന് ഫിഷ് സ്പായും ചെയ്യാം. ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. പിടിച്ച മീനിനെ വീട്ടിൽ കൊണ്ടുപോകാനും സാധിക്കും. ഇത്രയും വിസ്മയ കാഴ്ചകൾ കാണാൻ വെറും 50 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് തികച്ചും ഫ്രീയുമാണ്. ഈ മാസം 30 വരെയാണ് ഈ ദൃശ്യാനുഭവം ഇവർ നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. രാത്രി 9 മണി വരെ ഇവിടെ പ്രവേശനമുണ്ട്. രാത്രികളിൽ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറുന്നുണ്ട്. ഊരൻവിളയിലെ ഈ വർണ്ണവിസ്മയം ആരും മിസ് ചെയ്യാതിരിക്കുക.